ഇന്ന് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു നെക്ക് ഡിസൈൻ എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളെപ്പോഴും ഒരേ മോഡൽ നെക്ക് തന്നെ ആകുമ്പോൾ നമുക്ക് മടുപ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഫ്രഞ്ച് കർവാണ് കേട്ടോ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഹാമോൾ വരക്കാം, അതുപോലെ നെക്ക് ഡിസൈൻ ചെയ്യാം. ഇത് നമ്മൾ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഐഡിയക്കും അനുസരിച്ച് ഇത് വെച്ച് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരുവിധം ഷോപ്പിലൊക്കെ ഈ സാധനം വാങ്ങാൻ കിട്ടും. ഇത് ഒരു 30 രൂപ 40 രൂപയുടെ ഒക്കെ ഉള്ളിലുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നെക്ക് നല്ല അടിപൊളിയായിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു ക്യാൻവാസിന് പകരം നിങ്ങൾക്ക് ഒരു പേപ്പറാണിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്യാൻവാസാന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്യാൻവാസിന് ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വീതി അതുപോലെ ഇറക്കം മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ നെക്കിൻ്റെ വീതി എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് നെക്ക് വീതി എടുക്കുന്നുണ്ട്. അതുപോലെ നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കിറക്കം ഞാൻ 5.5 ഇഞ്ചും വീതി 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ നെക്ക് എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഇതേപോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പേപ്പറിലാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ക്യാൻവാസിൽ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇങ്ങോട്ടും വരച്ച് ഒരു ബോക്സ് ആക്കി എടുക്കുക കേട്ടോ. ഞാനിതൊരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ മുകളിൽ നിന്നും ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 2.5 ഇഞ്ചോ വേണമെങ്കിലും മാർക്ക് ചെയ്യട്ടെ, അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്കാണ് കേട്ടോ. മുകളിൽ നിന്ന് താഴത്തേക്ക് ഞാൻ ഇവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തേക്ക് നമുക്കിങ്ങനെ ചെരിച്ച് ഈ അറ്റം വരെ ഈ മൂലയിലേക്ക് വരച്ചു കൊടുക്കാം. നേരെ സ്കെയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വരക്കാം കേട്ടോ. ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാമോൾ ഈ ഇത് ഫ്രഞ്ച് കർവ് ഉണ്ടല്ലോ ഇതെടുക്കുക. എന്നതിന് ശേഷം ഇതിനെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെയും തട്ടണം, ഒരു ഭാഗം നമുക്ക് ഈ മൂലയിലും തട്ടണം. ആ രീതിയിൽ നമുക്ക് ഈ സാധനം വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് ഹാമോൾ കർവ് എന്നും പറയും, ഫ്രഞ്ച് കർവ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഈ മൂലയിൽ നമ്മളുടെ ഈ ഷേപ്പ് വന്നിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത ഭാഗത്തും ഈ ഭാഗം തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ സാധനം ഉണ്ടല്ലോ ഇതിങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് തട്ടുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഷേപ്പ് കിട്ടുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇനി നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് വെച്ചത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇങ്ങോട്ടും ഇതിൽ തട്ടണം, അതേപോലെ ഇതിലും തട്ടണം. അങ്ങനെ മാർക്ക് ചെയ്യാം. കണ്ടില്ലേ? ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെയും വരച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ ഷേപ്പ് വരച്ച് അതിൽ കൂടെ ആ ഷേപ്പിനനുസരിച്ച് വെട്ടാം. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിർത്തി നോക്കാം. അപ്പോൾ കണ്ടില്ല, നമുക്കൊരു അടിപൊളി നെക്ക് ഡിസൈന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല? അപ്പോൾ ഈ ഫ്രഞ്ച് കർവ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ഐഡിയ അനുസരിച്ച് തന്നെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ ബുദ്ധി പോലെയാണ്, അല്ലാണ്ട് ഇത് വെച്ചുകൊണ്ട് ഇന്ന നെക്ക് ഡിസൈൻ എന്നൊന്നുമില്ല. ഐഡിയകളൊക്കെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ തുണിയിൽ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം നല്ല വശത്ത് വെച്ച് ഉള്ളിലേക്ക് മറിക്കാം, അതുപോലെ ഫ്രണ്ടിലേക്ക് മറിക്കാം. എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.